പാലക്കാട് രൂപതയുടെ ആത്മീയ ശുശ്രൂഷാ കേന്ദ്രമായ അട്ടപ്പാടി താവളം സഹിയോൻ ധ്യാനകേന്ദ്രം പ്രാർത്ഥിച്ചൊരുക്കുന്ന അഭിഷേകാഗ്നി ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ഞായറാഴ്ചയും ഷാലോം ചാനലിൽ 8:30 മുതൽ 9 മണി വരെ നിങ്ങൾക്കായി ഈ പ്രോഗ്രാം ഞങ്ങൾ അണിയിച്ചൊരുക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് അനുഗ്രഹത്തെക്കുറിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നിട്ടുള്ള നിരവധി വ്യക്തികൾക്ക് അനുഗ്രഹത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ലായകയാൽ ജീവിതത്തിലെ ഓരോ പ്രതികൂല സാഹചര്യങ്ങളും ഓരോ തരത്തിലുള്ള എതിർ സാഹചര്യങ്ങളും അവരെ ദുർബലപ്പെടുത്തുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹം എന്താണ് എന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം നമ്മെ അനുഗ്രഹത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. തന്റെ പ്രിയപ്പെട്ടവർക്കായി ദൈവം അനുഗ്രഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് അനുഗ്രഹമെന്ന് നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ യേശുക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നാലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും മനോഭാരവും മനോവിഷമങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരു നാടോടി കഥ എന്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരു ദിവസം ഒരു കൃഷിക്കാരന്റെ ഭവനത്തിലേക്ക് കാട്ടിൽ നിന്നും ഒരു കുതിര കയറി വന്നു. ആ കുതിര ഭവനത്തിലെത്തിയപ്പോൾ കൃഷിക്കാരന് വലിയ സന്തോഷമായി. ആ കൃഷിക്കാരൻ പറഞ്ഞു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവാനുഗ്രഹം കൊണ്ട് ഒരു കുതിര എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. വലിയ സന്തോഷമായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. കൃഷിക്കാരന് വലിയ ദുഃഖമായി. അദ്ദേഹം പറഞ്ഞു, ഓ നാശം, ദൈവം എന്നെ കാക്കുന്നില്ലല്ലോ, ദൈവം എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. അദ്ദേഹത്തിന് സങ്കടമായി. വീണ്ടും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാട്ടിലേക്ക് പോയ കുതിര വേറെ 2-3 കുതിരകളുമായി തിരിച്ചു വന്നു. അപ്പോൾ കൃഷിക്കാരന് ആദ്യത്തേക്കതിന് ഏറെ സന്തോഷമായി. കൃഷിക്കാരൻ പറഞ്ഞു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, ദൈവാനുഗ്രഹം. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കൃഷിക്കാരന്റെ മകൻ ആ ഒരു കുതിരയുടെ മുകളിൽ നിന്ന് നിലത്ത് വീണ് കാലൊടിഞ്ഞ് കിടപ്പായി. അപ്പോൾ കൃഷിക്കാരന് വലിയ സങ്കടമായി. അദ്ദേഹം പറഞ്ഞു, നാശം, ഇത് നാശമാണ്. അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്നില്ല, വളരെ ദുഃഖമായി. അങ്ങനെ ഇരിക്കുമ്പോൾ ആ രാജ്യത്ത് വലിയ പ്രതികൂലം ഉണ്ടായി. രാജ്യത്തിന്റെ ഭരണാധിപൻ കൽപ്പന പുറപ്പെടുവിച്ചു, രാജ്യത്തുള്ള യുവാക്കളെല്ലാം നിർബന്ധിത സൈനിക സേവനത്തിന് വേണ്ടി ചെല്ലണമെന്ന്. പട്ടാളം എല്ലാ ഭവനങ്ങളിൽ നിന്നും യുവാക്കന്മാരെ റിക്രൂട്ട് ചെയ്ത് നിർബന്ധമായി സൈനിക സേവനത്തിന് കൊണ്ടുപോയി. അപ്പോൾ ഈ ഭവനത്തിൽ, കൃഷിക്കാരന്റെ ഭവനത്തിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മകൻ, യുവാവായ ഇദ്ദേഹത്തിന്റെ മകൻ കാലൊടിഞ്ഞ് കിടക്കുന്നതിനാൽ ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ സാധിച്ചില്ല. കൃഷിക്കാരന് വീണ്ടും സന്തോഷമായി. കൃഷിക്കാരൻ പറഞ്ഞു, കാലൊടിഞ്ഞ് ദൈവാനുഗ്രഹം. അപ്പോൾ എന്താണ് ദൈവാനുഗ്രഹത്തിന്റെ മാനദണ്ഡം? നമ്മുടെ പലരുടെയും ചിന്ത, ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം നടക്കണം, നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം ശുഭമായിരിക്കണം. ബൈബിളിൽ എന്താണ് ദൈവാനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തിൽ ദൈവാനുഗ്രഹത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 33 വരെ വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അവിടെ യേശുക്രിസ്തു ആദ്യം ഒരു ധനാഢ്യനായ മനുഷ്യനെ അവതരിപ്പിക്കുകയാണ്. ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും എന്നും സുഭിക്ഷമായ ഭക്ഷണവും കഴിച്ചിരുന്ന ധനാഢ്യനായ മനുഷ്യൻ. അദ്ദേഹത്തിനെല്ലാം ഉണ്ടായിരുന്നു. സമൃദ്ധി, ഐശ്വര്യം, സന്തോഷം, ആനന്ദം. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് നേടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നേടിയ ഒരു മനുഷ്യൻ, ധനാഢ്യനായ സമൃദ്ധിയുടെ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ ഈശോ അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം ഈശോ മറ്റൊരു വ്യക്തി അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് ശരീരം മുഴുവൻ വ്രണങ്ങൾ ബാധിച്ച് വ്രണങ്ങൾ പൊട്ടിയൊഴുകി ആ വ്രണങ്ങൾ നായ്ക്കൾ നക്കുന്ന അവസ്ഥയിൽ തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ, ലാസർ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ആരുമില്ല, ജീവിത പങ്കാളിയോ മക്കളോ ഉള്ളതായി വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം എല്ലാം തകർന്ന അവസ്ഥയിലാണ്. അദ്ദേഹം ദുഃഖത്തിന്റെ മനുഷ്യനാണ്. കാരണം അദ്ദേഹത്തിന് സ്വന്തമായി ഭൂമിയിൽ ആരുമില്ല, അദ്ദേഹത്തിന് വിശപ്പടക്കാൻ ഭക്ഷണമില്ല, അദ്ദേഹത്തിന് തണുപ്പ് പറ്റാൻ വസ്ത്രമില്ല, അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തകർന്ന ജീവിതം. ഭക്ഷണത്തിനായി നായ്ക്കളിടയിൽ പോരാടേണ്ട അവസ്ഥ. അങ്ങനെ തകർന്ന ലാസർ. ഈ 2 വ്യക്തികളെ ഈശോ
ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കായി വെളിപ്പെടുത്തുകയാണ്. ഈ രണ്ട് വ്യക്തികളിൽ ആരാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ അനുഗ്രഹീതനായ വ്യക്തി? നിങ്ങൾ ചിലരെങ്കിലും പറയും ധനവാനായ വ്യക്തി. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ തീർച്ചയായും ശരിയാണ്. വീണ്ടും ഈശോ മുമ്പ് നീങ്ങുകയാണ്. മറ്റൊരു രംഗം കൂടെ ഈശോ അവതരിപ്പിക്കുകയാണ്. ധനവാൻ മരിച്ചു. മരിച്ച ധനവാനെ നരകത്തിൽ വളരെ കഠോരമായ യാതനകൾ വലയം ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതികഠിനമായ പീഡയിൽ കടന്ന് പൊളയുന്ന ധനവാൻ നരകത്തിൽ വളരെയധികം പീഡിപ്പിക്കപ്പെടുന്നു. ലാസർ മരിച്ചു. ലാസറിനെ ദൈവദൂതന്മാർ അബ്രാഹത്തിന്റെ മടിയിലേക്ക് സംഭവിച്ചു. ലാസർ അത്യധികമായ സൗഭാഗ്യത്തിൽ ഇരിക്കുകയാണ്. ജെറമ്യ പ്രവാചക പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ഈ വചനത്തിൽ വെളിപ്പെടുത്തുന്നത് പോലെ ഈ ലോകത്തിലുള്ള എല്ലാ കണ്ണുനീരിനും, ഈ ലോകത്തിൽ നിസ്സഹായനായ ആ വ്യക്തി സഹിച്ച എല്ലാ വേദനകൾക്കും അദ്ദേഹത്തിന് സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിച്ചിരിക്കുകയാണ്. അങ്ങനെ ലാസറോ ഭാഗ്യത്തിൽ ആനന്ദിക്കുന്നതാണ് ഈശോ 2-ാമത്തെ ഭാഗത്ത് അവതരിപ്പിക്കുന്നത്. ഈ രണ്ട് ചിത്രങ്ങൾ അവതരിപ്പിച്ച് ഈ രണ്ട് വ്യക്തികളെ കാണുമ്പോൾ, നരകത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന ധനവാൻ, സ്വർഗത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ലാസർ, ഇതിൽ ആരാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഭാഗ്യവാൻ, അനുഗ്രഹീതൻ? നിങ്ങളിൽ ചിലരെങ്കിലും പറയും ലാസർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എന്താണ് അനുഗ്രഹത്തിന്റെ മാനദണ്ഡം? ഒരു ക്ലാസ്സിൽ കുറച്ച് കുട്ടികളോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതിലൊരു കുട്ടി പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഈ ഭൂമിയിൽ ധനവാനെ പോലെയും സ്വർഗത്തിൽ ലാസറിനെ പോലെയും ഇരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന്. യഥാർത്ഥത്തിൽ പച്ചയായ മനുഷ്യന്റെ ഒരു ദാഹമാണത്. ഒരു വേദനയും പാടില്ല, ഒരു ദുഃഖവും പാടില്ല, ഒരു വിഷമവും പാടില്ല. എനിക്കെല്ലാം നന്നായിരിക്കണം, എനിക്കൊന്നും മോശം ഉണ്ടാകാൻ പാടില്ല, എനിക്കൊന്നും തകർച്ച ഉണ്ടാകാൻ പാടില്ല, എനിക്കെല്ലാം നന്നായിരിക്കണം, ഞാൻ തൊട്ടതെല്ലാം പൊന്നായി മാറണം, ഞാൻ വിചാരിക്കുന്നതെല്ലാം നടക്കണം, എനിക്കെതിരെ ആരും നിൽക്കാൻ പാടില്ല. ഇതല്ല ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഇതല്ല ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി വന്നാലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതികൂലങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. സത്യത്തിൽ ദൈവത്തിന്റെ വചനപ്രകാരം നാം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തി യഥാർത്ഥമായ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ആ വ്യക്തിക്ക് ഈ ലോകത്തിലെ വേദനകളെ ഏറ്റെടുക്കാൻ തക്കവിധമുള്ള അത്ഭുതകരമായ ഒരു സൗഖ്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രദാനം ചെയ്യും. ആ വ്യക്തിയുടെ ആഗ്രഹം ഈ ലോകത്തിൽ വേദന ഇല്ലാതിരിക്കുന്നെന്നുള്ളതല്ല. ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ദൈവത്തോട് കൂടെ എനിക്ക് ജീവിക്കണം എന്നുള്ളതാണ്. ഒരു വ്യക്തി യേശുക്രിസ്തു വന്നാൽ, ഒരു വ്യക്തി ആത്മീയതയിലേക്ക് വന്നാൽ, ഒരു വ്യക്തി സത്യത്തിൽ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു ജ്വലനം ഉണ്ടായിരിക്കും. ആ ജ്വലനം ഇതാണ്: എനിക്ക് എന്റെ ദൈവത്തോടു കൂടെ ജീവിക്കണം. ദ ബെസ്റ്റ് ഓഫ് ഓൾ ഈസ് ഗോഡ് ഈസ് വിത്ത് us. ഞാൻ എന്റെ ദൈവത്തോടു കൂടെ, ദൈവം എന്നോട് കൂടെ. ഇതാണ് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എന്റെ ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തോട് കൂടെ ഒരു ദൈവ പൈതൽ ജീവിക്കുമ്പോൾ ആ ദൈവ പൈതലിനെ സംബന്ധിച്ച് ഈ ഭൂമിയിലുള്ള കഷ്ടങ്ങളോ, ഈ ഭൂമിയിലുള്ള നഷ്ടങ്ങളോ, ഈ ശരീരത്തിന്റെ വേദനകളോ ആ ദൈവ പൈതലിനെ കാര്യമായി ബാധിക്കുന്നില്ല. ആ വേദനയുടെ നടുവിലൂടെ, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരകളാണെങ്കിലും ആ താഴ്വരകളുടെ നടുവിലൂടെ കർത്താവിനോട് കൂടെ നടക്കുന്ന ഒരു ജീവിതമാണ് അദ്ദേഹം കാര്യമായി എണ്ണുന്നത്. വളരെയധികം ആരാധ്യമായി തിരുസഭ കരുതുന്ന, വളരെയധികം പൂജ്യനായ ഒരു സഭാപിതാവുണ്ട്, അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ കഠിനമായ പ്രതികൂലം ഉണ്ടായി. അദ്ദേഹത്തെ ശത്രുക്കൾ പിടിച്ച് കഠിനമായി പീഡിപ്പിച്ച് കൊളോസിയത്തിൽ എറിഞ്ഞ് സിംഹങ്ങൾക്ക് ഇരയായി കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. തങ്ങളുടെ അഭിവന്ദ്യനായ പിതാവ്, തങ്ങൾക്ക് പ്രിയങ്കരനായ അഭിവന്ദ്യ പിതാവ് ഇതാ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നതാണ് വിശ്വാസികൾ കാണുന്നത്. അപ്പോൾ ആ വിശ്വാസികൾ പാതയോരങ്ങൾ ഇരുവശങ്ങളിൽ നിന്ന് തീഷ്ണതയോടെ ഈ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ പിതാവ് വിശ്വാസികളോട് ചോദിച്ചു, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ആ വിശ്വാസികൾ സന്തോഷത്തോടെ അല്ലെങ്കിൽ വലിയ ആവേശത്തോടെ പറഞ്ഞു,
പിതാവിനെ കഷ്ടതയുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പിതാവ് വളരെ അഭിഷേകം നിറഞ്ഞ് ആ വിശ്വാസികളോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ വിശ്വാസികളോട് പിതാവ് പറഞ്ഞിങ്ങനെയാണ്: ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് സിംഹങ്ങളുടെ ദംഷ്ട്രകൾക്കിടയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്നുള്ളതല്ല, പിന്നെയോ ആ സിംഹങ്ങളുടെ ദംഷ്ട്രകൾക്കിടയിൽ ഞാൻ പിച്ച് ചീന്തപ്പെടണം എന്നതിനാണ് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ദൈവവൈതലായി മാറിയാൽ, ഒരു വ്യക്തി പരിശുദ്ധാത്മാവിന്റെ നിറവിലായി മാറിയാൽ, ഈ ലോകത്തിലെ നിസ്സാരമായ കഷ്ടതകളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളതല്ലായിരിക്കും ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ദാഹം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് നടക്കണം, ദൈവത്തോട് ചേർന്ന് ഇരിക്കണം, ദൈവത്തോട് ചേർന്ന് ജീവിക്കണം. അതിനുവേണ്ടി എന്ത് ത്യാഗം വന്നാലും അതെനിക്ക് ഏറ്റെടുക്കണം, അതിനുവേണ്ടി എന്ത് കഷ്ടം സഹിക്കേണ്ടി വന്നാലും എനിക്ക് സഹിക്കണം, അതിനുവേണ്ടി എന്ത് വേദന എടുക്കേണ്ടി വന്നാലും എനിക്ക് വേദന എടുക്കണം. ഇതാണ് ആ ദൈവവൈതലിന്റെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്ന തീഷ്ണതയെന്ന് അനേകം സഭാപിതാക്കന്മാരുടെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കുകയാണ്. വിശുദ്ധ ക്ലാരപുണ്യവതിയെ കുറിച്ച് പുസ്തകത്തിൽ വായിക്കുന്നത് നാം ഓർക്കുകയാണ്. വിശുദ്ധ ക്ലാരപുണ്യവതി 28 വർഷം ഒരു രോഗത്താൽ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ 28 വർഷം രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി ക്ലാരപുണ്യവതിയോട് ചോദിച്ചു: അല്ലയോ ക്ലാരപുണ്യവതി, അങ്ങ് ഈ രോഗം സഹിച്ചു വെച്ച് മടുത്തില്ലേ? അപ്പോൾ ക്ലാരപുണ്യവതി സുസ്മേരവദനയായി ആ വ്യക്തിയോട് മറുപടി പറഞ്ഞ രംഗം അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലുണ്ട്. ക്ലാരപുണ്യവതി പറഞ്ഞ മറുപടി പ്രകാരമാണ്: എന്റെ പിതാവായ അസീസിയിലെ ഫ്രാൻസിസിൽ നിന്ന് ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ കേട്ടത് മുതൽ ഒരു രോഗവും എനിക്ക് രോഗമായി തോന്നിയിട്ടില്ല, ഒരു വേദനയും എനിക്ക് വേദനയായി തോന്നിയിട്ടില്ല. ഇതാണ് എന്റെ സൗഭാഗ്യം. എന്റെ ക്രൂശിതനായ യേശുവിനെ അനുകരിക്കാൻ എന്നെ അനുവദിക്കൂ. ഇതാണ് എന്റെ സൗഭാഗ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ജഡിക ജീവിതം വിട്ട്, ജഡത്തിന്റെ മാർഗങ്ങൾ വിട്ട് ആത്മീയതയിലേക്ക് അഭിഷേകം ചെയ്യപ്പെട്ടാൽ, യേശു ക്രിസ്തുവിലേക്ക് ഉയർന്നാൽ, യേശു ക്രിസ്തുവിലേക്ക് വളർന്നാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഈ ലോകത്തിൽ വേദന ഇല്ലാതിരിക്കുന്നതല്ല, പിന്നെയോ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിലാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ സന്തോഷം. അതിനുവേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 10-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു: ഉണർവിലും ഉറക്കത്തിലും നാം അവനോടുകൂടെ വാഴേണ്ടതിന് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു. ഉണർവിലും ഉറക്കത്തിലും നാം അവനോടുകൂടെ വാഴേണ്ടതിന് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചു. 1 തെസ്സലോനി 5:10. ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നാം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളതെങ്കിൽ നാം മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യവാന്മാരാണ്. ഈ ജഡത്തിന് വേണ്ടി മാത്രമല്ല യേശുക്രിസ്തു കുരിശിൽ മരിച്ചത്. നമുക്കായി ഒരു ഉന്നത ജീവിതമുണ്ട്, നമുക്കായി ഉയരങ്ങളിൽ ഒരു ജീവിതമുണ്ട്, നമുക്കായി ഒരു സ്വർഗീയ ജീവിതമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ്. അപ്പസ്തോല പ്രവർത്തനം 14:22. അപ്പസ്തോലനായ പൗലോസ് വിശ്വാസികളുടെ സമൂഹത്തിൽ വെളിപ്പെടുത്തുന്ന വലിയൊരു ആത്മീയ രഹസ്യമുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 14:22. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് കഷ്ടതയിലും ക്ലേശത്തിലൂടെ യാത്ര ചെയ്ത് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉത്ബോധിപ്പിക്കുന്ന അപ്പസ്തോലൻ ദൈവമക്കൾക്ക് നൽകുന്ന വളരെ വ്യക്തമായ ബോധ്യമാണ്: വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഓരോരുത്തരും പീഡിപ്പിക്കപ്പെടും, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഓരോരുത്തരും ഞെരുക്കപ്പെടും. ഇത് ഈശോ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. യോഹന്നാൻ 16:33 വചനം പഠിപ്പിക്കുന്നു: ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:19 വചനം പഠിപ്പിക്കുന്നു: നിങ്ങൾ ഈ ലോകത്തിൻ്റെതായിരുന്നെങ്കിൽ ഈ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട്, നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദോഷിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോൾ, ഒരു വ്യക്തി പിതാവിന്റെ മാർഗത്തിൽ നടക്കുമ്പോൾ, ഒരു വ്യക്തി ദൈവത്തോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുമ്പോൾ, ഒരുപക്ഷെ ലോകം നൽകിയ താങ്ങുകൾ ലോകം പിൻവലിച്ചേക്കാം. രാജാക്കളും നേതാക്കളും ഒരുപക്ഷെ പ്രതികൂലമായി നിന്നേക്കാം. ഈ ജഡം തന്നെ ഒരുപക്ഷെ ഭാരപ്പെട്ടേക്കാം. എങ്കിലും പ്രിയരെ, കർത്താവിനോട് ചേർന്ന് നടക്കുന്നതിൽ സന്തോഷിക്കുവിൻ.
കർത്താവിനോട് ഐക്യത്തിലിരിക്കുന്നതിന് ആനന്ദിക്കുവിൻ. ഒരു ദൈവ പൈതലായി ഞാനും നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ എന്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ ദാഹം ദൈവത്തോട് ചേർന്ന് നടക്കുക എന്നുള്ളത്. ദ ബെസ്റ്റ് ഓഫ് ഓൾ ഈസ് ഗോഡ് ഈസ് വിത്ത് അസ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടെയുള്ള ഒരു ജീവിതമാണ്. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹം ഉണ്ടാകട്ടെ, അതിനുവേണ്ടി വലിയ ജ്വലനം ഉണ്ടാകട്ടെ. ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവം സ്വർഗം തുറന്ന് ഈ വലിയ കൃപ ഈ സമൂഹത്തിന്റെ മേൽ, എന്റെയും നിങ്ങളുടെ മേൽ ഈ നിമിഷങ്ങളിൽ ഒഴുക്കട്ടെ. യേശുവേ, ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കരുണയോടെ സ്വർഗം തുറന്ന് ദൈവ ഐക്യത്തിലൊരു ജീവിതത്തിന് വേണ്ടി അഭിഷേകം തരണമേ. യഥാർത്ഥ അനുഗ്രഹത്തെക്കുറിച്ച് കണ്ണു തുറന്ന് കാണാൻ തക്കവിധം ഞങ്ങളുടെ അന്തരംഗങ്ങളിൽ കൃപ ചൊരിയണമേ. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആന്തരികമായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആന്തരികമായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. നിരവധി പീഡനങ്ങളിലൂടെ, നിരവധി വേദനകളിലൂടെ, നിരവധി കഷ്ടങ്ങളിലൂടെ നടക്കേണ്ടി വന്നാലും എന്റെ ദൈവത്തോട് കൂടെയുള്ള ജീവിതമാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന ബോധ്യത്തോടെ അടിയുറച്ചു നിൽക്കാൻ അനുഗ്രഹിക്കണമേ. ഹെബ്രായ ലേഖനം 10:38-39 പഠിപ്പിക്കുന്നത് പോലെ എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നു. അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. എല്ലാ മാസത്തിന്റെയും ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ, സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 ആൻഡ് 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org. ആരാധ്യനാം യേശുവേ, വാഴ്ത്തുന്നു വാഴ്ത്തുന്നു ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ, പുകഴ്ത്തുന്നു പുകഴ്ത്തുന്നു ഞാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹോസന്ന ഹോസന്ന ഹോസന്ന. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹോസന്ന ഹോസന്ന ഹോസന്ന. ലോകരാജാവായ സകലത്തിന്റെയും സൃഷ്ടാവും സകലത്തിന്റെയും അധിപതിയും സർവജ്ഞാനിയുമായ ദൈവം ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിലേക്ക് നിമിഷങ്ങളിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ജീവിക്കുന്നവനായ കർത്താവ് ഇതാ നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ എന്റെ കൂടാരം സ്ഥാപിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കും, യുഗാന്ത്യത്തോളം എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതാ ജീവിക്കുന്നവനാ ദൈവം നമ്മുടെ കൂടെ. ഈ നിമിഷങ്ങളിൽ അവിടുത്തെ നമുക്ക് ഹൃദയപൂർവ്വം ആരാധിക്കാം. അവിടുത്തെ നമുക്ക് ഹൃദയത്തിൽ സ്നേഹിച്ച് മഹത്വപ്പെടുത്താം. ഇപ്പോൾ മനസ്സ് തുറന്ന് യേശുവിനെ വിളിക്കുന്നവർ, ഇപ്പോൾ ഹൃദയം തുറന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ബോധ്യമുണ്ട്. ജീവിതത്തിൽ ഞാൻ കഷ്ടതയിലൂടെ നടക്കുന്ന നാളുകളാണെങ്കിലും ദൈവം എന്റെ കൂടെയുണ്ട്. ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ പ്രതികൂലങ്ങൾ നേരിടുന്ന അവസ്ഥയിലാണെങ്കിലും ദൈവം എന്റെ കൂടെയുണ്ട്. ദൈവം എന്നെ കൈവിട്ടിട്ടില്ല, ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, ദൈവം എന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല. കഷ്ടതയും ഞെരുക്കവും പ്രയാസങ്ങളും ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുമ്പോഴും ദൈവം ഒരുപക്ഷെ അനുവദിച്ചു എന്ന് വരാം. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, തളർന്ന മനസ്സുകളെ ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവെ, ആത്മീയമായി അപജയത്തിലേക്ക് പോകുന്നവരെ ഇപ്പോൾ തൊടണമേ. കർത്താവെ, പിന്മാറ്റത്തിലേക്ക് പോകുന്നവരെ സ്പർശിക്കണമേ.
എന്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് ചിന്തിക്കുന്നവരെ ഇപ്പോൾ അവിടുന്ന് തൊട്ട് ആത്മീയ സൗഖ്യങ്ങൾ നൽകണം പ്രാർത്ഥിക്കുന്നു. മാനസികമായി വ്യഥകളിലിരിക്കുന്നവരെ അവിടുന്ന് തൊടണമേ കർത്താവേ. ആത്മീയമായ ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടവരെ അവിടുന്ന് സ്പർശിക്കണമേ. എന്റെ ദൈവം എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എന്റെ ദൈവം എന്നെ തള്ളിക്കളയുകയില്ല. കർത്താവെ, അവിടുന്ന് ഒരിക്കലും ഉപേക്ഷിക്കാതെ കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നവനാണ് എന്ന ബോധ്യത്താൽ പ്രിയ ജനത്തെ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഈ നിമിഷങ്ങളിൽ ദൈവകൃപ പ്രാപിക്കട്ടെ. നഷ്ടപ്പെട്ട ആത്മീയാഭിഷേകങ്ങളെല്ലാം മക്കൾക്ക് തിരികെ ലഭിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ഓരോ മകനും മകൾക്കും നഷ്ടപ്പെട്ട ഓരോന്ന് യഥാകാലം നൽകുന്ന അങ്ങയുടെ കാരുണ്യം അനുഭവപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോഗ്യം നഷ്ടപ്പെട്ടവർക്ക് ആരോഗ്യം ലഭിക്കട്ടെ. തീഷ്ണത നഷ്ടപ്പെട്ടവർക്ക് തീഷ്ണത ലഭിക്കട്ടെ. വിശ്വാസ ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വിശ്വാസ ബോധ്യങ്ങൾ ലഭിക്കട്ടെ. ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ടവർക്ക് ആത്മീയ ഉണർവ് ലഭിക്കട്ടെ. പ്രാർത്ഥനാ വരങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് പ്രാർത്ഥനാ വരങ്ങൾ ലഭിക്കട്ടെ. ദൈവത്തോടുള്ള സ്നേഹം മങ്ങിപ്പോയവർക്ക് വീണ്ടും ദൈവസ്നേഹത്തിന്റെ ജ്വലനം ഉണ്ടാകട്ടെ. ദൈവിക ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും ദൈവിക ബോധ്യങ്ങൾ നിറയട്ടെ. സ്വർഗം ദൈവമക്കളെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന നിമിഷമായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നു. യേശുവിന്റെ നാമം വിളിച്ച് സ്തുതിക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നു. പൈശാചികതകൾ വിട്ടൊഴിഞ്ഞു പോകുന്നു. കൂടെ ശുദ്ധവിദ്യ ആവിചാര പ്രവർത്തനങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരുന്നു. ഹോസന്ന, ഹോസന്ന, ഹോസന്ന. എൻ്റെ പേര് കുട്ടിയമ്മ, തിരുവമ്പാടി ഇടവക. എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. അവര് രണ്ടുപേരും ലണ്ടനിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് ഒരു കുഞ്ഞുണ്ടായിട്ടില്ലായിരുന്നു. ഇന്നലെ ഇവിടെ അസാധ്യമായത് സാധ്യമാകും എന്ന് അച്ഛൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈശോയോട് ഞാൻ പറഞ്ഞു, ഈശോയെ, എനിക്ക് ഈ കാര്യം എനിക്ക് നടത്തി തരണമേ എൻ്റെ ഈശോയെ. ഇന്ന് തന്നെ അച്ഛൻ പറഞ്ഞു, ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അത്ഭുതം നടക്കുമെന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ അപ്രകാരം പ്രാർത്ഥിച്ചു. ഇന്ന് തന്നെ എനിക്ക് ഈ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഈശോയെ, ഈ മാസമെങ്കിലും എനിക്ക് നല്ല ഒരു വിശേഷം കേൾക്കാനിടയാണ് എന്ന് പ്രാർത്ഥിച്ചു. രാത്രി ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഒരു 11:30 മണിയായപ്പോൾ ഒരു ഫോൺ വന്നു ലണ്ടനിൽ നിന്ന്. എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ച മോൾ എന്നോട് പറഞ്ഞു, അമ്മി എനിക്ക് വിശേഷമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തുതി. ഹല്ലേലൂയ. സഹിയോൻ ധ്യാന കേന്ദ്രത്തിലേക്കുള്ള വഴി പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ആനകട്ടി ബസ്സിൽ കയറി 1 മണിക്കൂർ ദൂരം സൈലന്റ് വാലി ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ താവളം സഹിയോൻ ധ്യാനകേന്ദ്ര സ്റ്റോപ്പിൽ നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. എൻ്റെ പേര് ഷൈന, പുന്നക്കൽ എന്ന് വരുന്നു. ഇന്നലെ ഞാൻ വളരെയധികം സങ്കടത്തോടുകൂടിയാണ് ഇവിടെ വന്നത്. കുഞ്ഞേട്ടന് ഗൾഫിലൊരു ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇവിടെ ഒന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചപ്പോ രാത്രി തന്നെ കുഞ്ഞേട്ടൻ വിളിച്ചു പറഞ്ഞു, ഒരു ജോലി എനിക്ക് ശരിയായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താവിന് ജോലിയില്ലാതെ ഒത്തിരി കരഞ്ഞ് കർത്താവിന്റെ പരിധിയിൽ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. ഇന്നലെ അപ്പോഴേക്കപ്പം തന്നെ കർത്താവ് വിദേശത്ത് ഇടപെട്ട് മകളുടെ ഭർത്താവിന് ജോലി